എന്തെങ്കിലും ഒരു ചെറിയ അസുഖം വരുമ്പോഴേ മരുന്നെടുത്ത് വിഴുങ്ങുന്ന ശീലമുണ്ടോ? നിലവിലെ അസുഖം മാറാൻ കഴിക്കുന്ന മരുന്നുകൾ ചിലപ്പോൾ മറ്റൊരു അസുഖത്തിന് വളമാകാം. പ്രായമാകും തോറും ശരീരത്തെ പിടിച്ചു മുറുക്കുന്ന രോഗങ്ങളുടെ എണ്ണവും കൂടും. പ്രമേഹവും ഉയർന്ന രക്തസമ്മർദ്ദവും ഒരു വശത്ത്, നടുവേദനയും ഉറക്കമില്ലായ്മയും മറുവശത്ത്. പല രോഗങ്ങൾക്കും പല മരുന്നുകളും. അതിനിടെ തലവേദന വരുമ്പോൾ സ്വയം ചികിത്സയുടെ ഭാഗമായി അടുത്ത മരുന്ന്. പല രോഗങ്ങൾക്കായി ദിവസം തോറും നിരവധി മരുന്നുകൾ കഴിക്കുന്നവർ തീർച്ചയായും അതിന്റെ സൈഡ് ഇഫക്റ്റുകളെ കുറിച്ച് കൂടി ബോധവാന്മാരായിരിക്കണം. ആദ്യം രോഗശമനം ഉണ്ടാകുമെങ്കിലും പിന്നീട് ഇതേ മരുന്നുകൾ തന്നെ ശരീരത്തിന് പാർശ്വഫലങ്ങൾ ഉണ്ടാക്കാം. ഇത് വൈജ്ഞാനിക തകർച്ചയ്ക്കും ആരോഗ്യം മോശമാകാനും കാരണമാകും. ചില മരുന്നുകളുടെ പാർശ്വഫലമായി ഉറക്കമില്ലായ്മ, ക്ഷീണം, അസ്വസ്ഥത, വീക്കം, ഡിമെൻഷ്യ തുടങ്ങിയവ ഉണ്ടാവും. ഇത്തരം ആരോഗ്യ പ്രശ്നങ്ങൾ നമ്മൾ കഴിക്കുന്ന മരുന്നുകൾ കാരണമാകാമെന്ന് പലർക്കും അറിയില്ല. ഇതറിയാതെ മറ്റൊരു ഡോക്ടറെ കണ്ട് അടുത്ത മരുന്ന് വാങ്ങി കഴിക്കുകയാണ് പതിവ്. ഒരു മരുന്ന് ഉണ്ടാക്കുന്ന പാർശ്വഫലം അകറ്റാൻ അടുത്ത മരുന്ന് കഴിക്കും. പിന്നീട് ഇതുണ്ടാക്കുന്ന പാർശ്വഫലം അകറ്റാൻ വീണ്ടും മറ്റൊന്ന്. ഈ പ്രക്രിയയാണ് പ്രിസ്ക്രൈബിംഗ് കാസ്കേഡ് എന്ന് വിളിക്കുന്നത്. ചില മരുന്നുകൾ വർഷങ്ങളായി തുടരുന്നത് ശരീരത്തിന് ദോഷം ചെയ്യാം. ചിലത് പുതിയ മരുന്നുമായി ദോഷമായി പ്രതികരിക്കുകയോ പ്രവർത്തനം നിൽക്കുകയോ ചെയ്യുന്നു. പ്രായമാകും തോറും നമ്മുടെ ശരീരത്തിന്റെ മെറ്റബോളിസത്തിൽ മാറ്റം വരാം. രോഗം മാറാൻ കഴിക്കുന്ന മരുന്നുകൾ തന്നെ നമ്മെ നിത്യരോഗിയാക്കാം. പ്രിസ്ക്രൈബിംഗ് സ്വയം ചികിത്സയും ഓരോ അസുഖത്തിനും പല ഡോക്ടർമാരെ കാണുന്നതും കാരണം നിങ്ങൾ കഴിക്കുന്ന മരുന്നുകളെ കുറിച്ച് ഡോക്ടർമാർക്ക് ധാരണ ഉണ്ടാകണമെന്നില്ല. അതിനാൽ അത് കൃത്യമായി ആരോഗ്യ വിദഗ്ധരുടെ ആശയവിനിമയം നടത്തേണ്ടത് പ്രധാനമാണ്. നിങ്ങൾ കഴിക്കുന്ന മരുന്നുകളുടെ ഒരു പട്ടിക കൃത്യമായി തയ്യാറാക്കി വെക്കുക. മരുന്നുകളുടെ എണ്ണം കുറയ്ക്കുക. ചില മരുന്നുകൾ നമ്മൾക്ക് പെട്ടെന്ന് നിർത്താൻ സാധിക്കും, എന്നാൽ മറ്റു ചിലത് പെട്ടെന്ന് നിർത്തുന്നത് ജീവന് തന്നെ ഭീഷണിയാവും. അത്തരം മരുന്നുകൾക്ക് കൃത്യമായ നിർദ്ദേശത്തോടെ മെല്ലെ നിർത്തുന്നതാണ് നല്ലത്. വിഷാദം, ഉറക്കമില്ലായ്മ, ഉത്കണ്ഠ എന്നിവയ്ക്കുള്ള മരുന്നുകൾ ക്രമേണ ഡോസ് കുറച്ച് നിർത്തുന്നതാണ് ഉചിതം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.